G7 ഉച്ചകോടിയിൽ ഭീകരതയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതെങ്കിലും രാജ്യം ഭീകരതയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ്. ഭീകരതയിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. भारत और कनाडा के संबंध अनेक प्रकार से बहुत ही महत्वपूर्ण है. कनाडा की अनेक कंपनियों का भारत में निवेश है. भारत के लोगों का भी कनाडा की धरती पर बहुत बड़ा निवेश है. लोकतांत्रिक मूल्यों को समर्पित कनाडा और भारत मिलकर के लोकतंत्र को मजबूत करना होगा, मानवता को मजबूत करना होगा, हमारे रिसोर्सेज का ऑप्टिमम यूटिलाइजेशन कर करके मानव जात के कल्याण के काम में कैसे ला सकते हैं, उस दिशा में हम प्रयास करते रहेंगे. ഇന്ത്യ കാനഡ ബന്ധം മെച്ചപ്പെടാൻ പോകുന്നു. അതിന്റെ സൂചനകളും പ്രധാനമന്ത്രി നൽകിയിരുന്നു. G7 ഉച്ചകോടിക്കിടെ ആ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മോദി സംസാരിക്കുന്നു, പ്രധാനമന്ത്രി സംസാരിക്കുന്നു. ഒപ്പം കാനഡയുമായുള്ള ബന്ധത്തിൽ അത് പഴയ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനങ്ങളിലേക്കും എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയ്ക്കെതിരെ രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള സന്ദേശം നൽകിയിരുന്നു. ഇതിപ്പോൾ G7 ഉച്ചകോടിയിൽ പല രാജ്യങ്ങളുടെ തലവന്മാർ പങ്കെടുക്കുന്ന ആ ഉച്ചകോടിയിലാണ് ഭീകരതയ്ക്കെതിരായ ഒരു സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ആ സന്ദേശം ഇപ്രകാരമാണ്: ഭീകരത മനുഷ്യരാശിയുടെ ശത്രുവാണ്. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഈ ഭീകരത എതിരാണ് എന്നും പ്രധാനമന്ത്രി പറയുന്നു. ഏതെങ്കിലും രാജ്യം ഭീകരതയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അതിനവർ വലിയ വില നൽകേണ്ടി വരും എന്നൊരു പരോക്ഷ വിമർശനം പാകിസ്ഥാന് നേരെ കൂടി ഈ G7 ഉച്ചകോടിയുടെ വേളയിൽ പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. ഭീകരതയിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ല. പെഹൽഗാം ഭീകരാക്രമണം നടന്നത് അതൊരു കേവലമായ ഒരു ഭീകരാക്രമണം, അല്ലെങ്കിൽ ജനങ്ങളെ മാത്രമല്ല, അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ആത്മാവിനെയും സ്വത്തിനെയും അന്തസ്സിനും നേരെയുള്ള ആക്രമണം കൂടിയായിരുന്നു നടന്നത് എന്ന തരത്തിൽ ഭീകരതയ്ക്കെതിരെയാണ് പ്രധാനമന്ത്രി ഈ G7 ഉച്ചകോടിയിൽ ഒരു സന്ദേശം നൽകിയിരിക്കുന്നത്.